കോഴിക്കോട് മുക്കത്ത് ഭിന്നശേഷിക്കാരനായ യുവാവിനെയും ഭാര്യയെയും ബന്ധുക്കൾ വീട്ടിൽ കയറി ആക്രമിച്ചതായി പരാതി. ചേന്നമംഗലൂർ സ്വദേശി അഷ്റഫിനെയും ഭാര്യ ഷാക്കിറയുമാണ് ബന്ധുക്കൾ ചേർന്ന് ആക്രമിച്ചത്. പരിക്കേറ്റ രണ്ടുപേരെയും സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആനന്ദ് പുത്തൂർ ചേർന്നുണ്ട്. ആനന്ദ്, എപ്പോഴാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്? രാവിലെയോട് കൂടിയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. ഈ ഭിന്നശേഷിക്കാരനായ യുവതിയെയും ഭാര്യയെയും യുവാവിന്റെ ഉപ്പയും അവരുടെ സഹോദരൻ യുവാവിന്റെ ഉപ്പയുടെ സഹോദരനും മക്കളും വീട്ടിൽ കയറി ആക്രമിച്ചതായാണ് ഇപ്പോൾ പരാതി വന്നിട്ടുള്ളത്. മുക്കം ചേന്നമംഗലൂർ സ്വദേശിയായ ചാത്തമ്പറമ്പൻ അഷ്റഫിനെയും ഭാര്യ ഷാക്കിറയുമാണ് ഇത്തരത്തിൽ ആക്രമിച്ചു എന്നുള്ള ഒരു ആരോപണം, ഒരു പരാതിയാണ് ഇപ്പോൾ അവർ രംഗത്തെത്തിയിട്ടുള്ളത്. മുക്കം പോലീസിൽ ഇരുവരും എന്നാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിട്ടുണ്ട്. മുൻപും ഇതുപോലെ ഭീഷണിയുണ്ടായ സമയത്ത് മുക്കം പോലീസിൽ പരാതി നൽകിയിട്ടും യാതൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടായിട്ടില്ല എന്നും ഇവരെ സഹായിക്കേണ്ട പേരിൽ സുഹൃത്തുക്കളിൽ നിന്നടക്കം ഭീഷണി ഉണ്ടായതായും ഇവരുടെ സുഹൃത്തുക്കളും പറയുന്നുണ്ട്. എന്തായാലും ഈ പരിക്കേറ്റ രണ്ടുപേരെയും ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് തേടിയിട്ടുണ്ട്. ആനന്ദ സൂചിപ്പിച്ചതുപോലെ പോലീസ് ഈ ഒരു വിഷയത്തിൽ കൃത്യമായൊരു നടപടി എടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ കൃത്യമായൊരു ആസൂത്രണ സ്വഭാവം ഇതിനുണ്ട്, ഒരു ഇടപെടൽ ഉണ്ടാകുന്നുണ്ട്. പോലീസിന് എന്തുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ ഇടപെടാൻ സാധിച്ചില്ല? അത് തന്നെ ഏറ്റവും വലിയൊരു ചോദ്യമായി ഉയരുകയല്ലേ? വിഷ്ണു, അത് തന്നെയാണ് ഇപ്പോൾ ഈ കുടുംബം, അതായത് ഈ ആക്രമണത്തിന് ഇരയായി എന്ന് പറയപ്പെടുന്ന ഈ കുടുംബവും ഇപ്പോൾ പറയുന്നത്. നേരത്തെ ഇതുപോലെ ഈ സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ട് പലതവണ വാക്കേറ്റം ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു ആക്രമണം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഈ കുടുംബം പോലീസിൽ ഇത് പരാതിപ്പെട്ടിരുന്നു അവിടുത്തെ സ്റ്റേഷനിൽ. പക്ഷെ ആ പോലീസ് വേണ്ട വിധത്തിൽ കൃത്യമായി നടപടി എടുത്തില്ല എന്നുള്ള ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണവും അല്ലെങ്കിൽ ഒരു പരാതിയും ഇപ്പോൾ കുടുംബം ഉന്നയിക്കുന്നുണ്ട്. മാത്രമല്ല, ഇവരുടെ സുഹൃത്തുക്കളടക്കം പറയുന്നത് ഇത്തരത്തിൽ ഇവരെ സഹായിച്ചതിന്റെ പേരിൽ, അതായത് ഈ ആക്രമണത്തിനിരയായ ദമ്പതികളെ സഹായിച്ചതിന്റെ പേരിൽ ഈ സുഹൃത്തുക്കൾക്കടക്കം ഈ ആക്രമിച്ചു എന്ന് പറയപ്പെടുന്ന ആളുകളിൽ നിന്നും ഭീഷണി ഉണ്ടായാണ് പറയുന്നത്. എന്തായാലും പോലീസിൽ ഇപ്പോൾ ഈ ആക്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും പരാതി നൽകിയിട്ടുണ്ട്. വിഷ്ണു, യെസ്, വ്യക്തമാണ്. ആനന്ദാണ് വിവരങ്ങൾ നൽകിയത്.